أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, മനുഷ്യ സമൂഹം ഉയർന്നു നിൽക്കുന്നത് ധനസമ്പത്ത് കൊണ്ടല്ല, കെട്ടിടങ്ങൾ കൊണ്ടല്ല, സാങ്കേതിക വിദ്യകൾ കൊണ്ടുമല്ല, മറിച്ച് വിശ്വാസ്യതയും സത്യസന്ധതയും നിലനിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യ സമൂഹം ഉയർന്നു നിൽക്കുന്നത്. ഒരു കുടുംബം നിലനിൽക്കുന്നതും ഒരു വ്യാപാരം വളരുന്നതും ഒരു സമൂഹം സുരക്ഷിതമാകുന്നതും അമാനത്തും സിദ്ഖും എന്ന മൂല്യങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴാണ്. വിശ്വാസ്യതയും സത്യസന്ധതയും. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ
അവയുടെ അവകാശികൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാൻ അല്ലാഹു ഇതാ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്ത് ജീവിതത്തിൽ അതേപടി പകർത്തി ഈ ലോകത്തിന് മാതൃകയായ ഒരാളുണ്ടായിരുന്നു. സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും നിറകുടമായിരുന്ന, മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി ജീവിച്ച ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഈ അമാനത്തും സിദ്ഖും വിശ്വസ്തതയും സത്യസന്ധതയും കാത്തുസൂക്ഷിച്ച് ജീവിതം ലോകത്തിന്റെ മാതൃകയാക്കിയവൻ. സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അല്ലാഹു ഇതാ നിങ്ങളോട് അമാനത്ത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനം, അത് ഇറങ്ങുവാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. മക്കാ ഫതഹിന്റെ 8 വർഷം മുമ്പ്, അതായത് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഖുറൈശികൾ നബിയെയും സ്വഹാബത്തിനെയും അതിന് കഠിനമായി പീഡിപ്പിക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും സ്വത്തുകൾ കവർന്നെടുക്കുകയും ചിലരെ വധിക്കുകയും മറ്റു ചിലരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം അതേ മക്കയുടെ കവാടത്തിൽ 10,000-കണക്കിന് വരുന്ന സഹാബത്തുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിയായി മക്കയുടെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മക്കയുടെ കവാടത്തിൽ നിൽക്കുകയാണ്. അന്ന് കഅബയുടെ താക്കോല് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കൈകളിലായിരുന്നു. അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൈകളിലാണ് താക്കോൽ, കഅബയുടെ താക്കോൽ ഉള്ളത്. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരുന്നു. മുൻകൂട്ടി തന്നെ അങ്ങനെ നിശ്ചയിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുടുംബമാണ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ. അങ്ങനെ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇതാ പ്രവാചകന്റെ മുമ്പിലേക്ക് വരുന്നു. കഅബയുടെ താക്കോൽ പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകന്റെ കൈകളിലേക്ക് ഉസ്മാൻ ഇബ്നു ത്വൽഹ കഅബയുടെ പരിശുദ്ധമായ ആ കഅബയുടെ താക്കോൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇതിന് മറ്റൊരു വശമുണ്ട് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിജ്റ പോകുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഒരു ആഗ്രഹമുണ്ടായിരുന്നു. കഅബ തുറന്ന് കഅബന്റെ ഉള്ളിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ആഗ്രഹവും കൊതിയും ഉണ്ടായിരുന്നു. പലപ്പോഴും ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമായിരുന്നു, ഉസ്മാൻ ഇബ്നു ത്വൽഹ, താങ്കൾ കഅബ ഒന്ന് തുറന്നു തരുമോ? എനിക്ക് അതിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ. അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ അതിന് സമ്മതിച്ചില്ല, കൂട്ടാക്കിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹത്തിന് നിന്ന് കൊടുത്തിട്ടില്ല ഉസ്മാൻ ഇബ്നു ത്വൽഹ. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസ്മാൻ ഇബ്നു ത്വൽഹ വരികയാണ്. അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ, ആ താക്കോൽ, ഈ കഅബയുടെ താക്കോൽ ഈ കൈകളിൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടോ, ഈ കൈകളിൽ എത്തുന്ന ഒരു കാലമുണ്ടാകും എന്നുള്ളത്. ആ ഒരു കാലം, ആ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തുറന്നു, ഉള്ളിൽ കയറി വിഗ്രഹങ്ങൾ നശിപ്പിച്ചു, തൗഹീദിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ചു. പുറത്ത് സഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയം ചിലർ സ്വഹാബികൾ ചിലർ ആലോചിച്ചു, ഇപ്പോൾ മക്ക ഇസ്ലാമിന് അധീനമാണ്, ഇസ്ലാമിന് കീഴ്പ്പെട്ടിരിക്കുന്നു. കഅബയുടെ താക്കോൽ ഇനി മറ്റാർക്കെങ്കിലും കൊടുക്കാമല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആഗ്രഹിച്ചു പോയി, ഈ താക്കോലിന്റെ ചുമതല കൂടി എന്റെ കുടുംബത്തിന് എത്തിയാൽ, അല്ലെങ്കിൽ തന്നെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന സിക്കായത്തിന്റെ ചുമതല ഈ അബ്ബാസിനും അബ്ദുൽ മുത്തലിബിന്റെ ഈ കുടുംബത്തിനാണ് മുമ്പേ ഉള്ളത്. ഈ താക്കോലിന്റെ ചുമതലയും കൂടി, കഅബയുടെ താക്കോലിന്റെ ചുമതലയും കൂടി ഈ കുടുംബത്തിന് വന്നെത്തിയിരുന്നെങ്കിൽ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു പോയി. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വഹിയുമായിട്ട് ഇറങ്ങാണ്.
വഹിയുമായിട്ട് ഇറങ്ങി സൂറത്തുൻ നിസാഇന്റെ ഈ 58-ാമത്തെ വചനം ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊക്കെ കൽപ്പിച്ചിരിക്കുന്നു അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം കേട്ടോ എന്ന് അള്ളാന്റെ കൽപ്പന ഉണ്ട് കേട്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വഹിയുമായിട്ട് വരികയാണ്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ ത്വൽഹനെ വിളിക്കുകയാണ്. ഉസ്മാൻ ബിൻ ത്വൽഹനെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ ത്വൽഹന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴും ഉസ്മാൻ ബിൻ ത്വൽഹ മുസ്ലിം ആയിട്ടില്ല കേട്ടോ. അപ്പോ ഉസ്മാൻ ബിൻ ത്വൽഹ മുസ്ലിം ആയിട്ടില്ല. ഉസ്മാൻ ബിൻ ത്വൽഹയുടെ കൈകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ താക്കോൽ വെച്ചുകൊണ്ട് പറയാണ്, ഖുദൂഹാ യാ ബനി അബീ ത്വൽഹ, അബൂ ത്വൽഹ സന്തതികളെ, ഇതാ നിങ്ങൾ ഈ കഅബയുടെ താക്കോൽ നിങ്ങൾ പിടിക്കുക. ഖാലിദത്തൻ മുഹല്ലദത്തൻ, ശാശ്വതമായിട്ട് എന്നേക്കുമായിട്ട് നിങ്ങൾ ഇത് പിടിച്ചുകൊള്ളുക. ലാ യൻസിഹു മിൻകും ഇല്ലാ ളാലിമുൻ, നിങ്ങളിൽ നിന്ന് ഈ താക്കോൽ ഒരു അക്രമി അല്ലാതെ പിടിച്ചു വാങ്ങുകയില്ല. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ താക്കോൽ പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ ഒരു അക്രമിയായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. ആ നിമിഷം ഉസ്മാൻ ബിൻ ത്വൽഹയുടെ ഹൃദയം ഒന്ന് വിറച്ചുപോയി. അദ്ദേഹം ചിന്തിച്ചിരിക്കാം, ഇത്രയും അധികാരങ്ങൾ ലഭിച്ചിട്ടും ഈ മനുഷ്യൻ എന്നോട് അനീതി കാണിച്ചിട്ടില്ല. എന്റെ അവകാശം, എനിക്ക് കിട്ടേണ്ട അവകാശം, അമാനത്ത് എന്നെ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഉസ്മാൻ ബിൻ ത്വൽഹയുടെ ഹൃദയം ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയാണ്. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ ത്വൽഹ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ പലപ്പോഴും ഇസ്ലാമിനെ മനസ്സിലാക്കിയത് മുസ്ലിങ്ങളിലൂടെ അല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് ജനങ്ങൾ ഇസ്ലാമിനെ പഠിക്കുന്നത്. മുസ്ലിമിന്റെ പെരുമാറ്റത്തിലൂടെയാണ്. നോക്കൂ, ഒരു മുസ്ലിമായ വ്യാപാരി അമാനത്തും സിദ്ഖും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുന്ന കാലത്തോളം, അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങാതിരിക്കുമ്പോ അദ്ദേഹം ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു മുസ്ലിമായ ഒരു ന്യായാധിപൻ നീതിയും വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തുമ്പോൾ അദ്ദേഹം ഇസ്ലാമിനെയാണ് നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു പിതാവ് മക്കൾക്കിടയിൽ നീതി പാലിക്കുമ്പോൾ, തുല്യ നീതി കാണിക്കുമ്പോൾ, ആ മക്കൾക്ക് ആ പിതാവ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് കഅബയുടെ താക്കോലിന്റെ ഒരു വിഷയം മാത്രമല്ല, മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഓരോ ഉത്തരവാദിത്വവും അമാനത്താണ്. മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കൾ അമാനത്താണ്. അധ്യാപകന് വിദ്യാർത്ഥി അമാനത്താണ്. ഒരു പ്രഭാഷകന്, ഒരു ഖതീബിന് ഈ മിമ്പർ അമാനത്താണ്. ഭരണാധികാരിക്ക് ജനങ്ങൾ അമാനത്താണ്. വ്യാപാരികൾക്ക് ഉപഭോക്താക്കൾ അമാനത്താണ്. സമൂഹം നമ്മിൽ അർപ്പിച്ച വിശ്വസ്തതയും സത്യസന്ധതയും ഒരു അമാനത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, അസ്വാദിഖുൽ അമീൻ. സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. നുബുവത്തിന് മുമ്പ് തന്നെ വിളിച്ചിരുന്നു. ഇത് മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല, ഒരു വിളിപ്പേരല്ല, മറിച്ച് ശത്രുക്കൾ പോലും സമ്മാനിച്ച ഒരു സവിശേഷണമായിരുന്നു, ഒരു വിശേഷണമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? അമീനാണ്, സ്വാദിഖാണ്, വിശ്വസ്തനാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കാം, സത്യസന്ധനാണ്, കളവ് പറയാത്തവനാണ് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രവാചകനെ വിളിച്ചിരുന്നതായിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലന്റെ മുകളിൽ കയറിയിട്ട് മക്കയിലെ മുശ്രിക്കുകളോട്, ഖുറൈശികളോട് വിളിച്ചിട്ട് ചോദിക്കാണ്, അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഹൈലം ബിൽ വാദി തുരീദു അൻ തുഈറ അലൈക്കും അകുൻതും മുസദ്ദിഖിയൻ. ഖുറൈശികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഖുറൈശി സമൂഹമേ, ഈ മലക്ക് പിറകിൽ, ഈ താഴ്വരയിൽ ഒരു കുതിരപ്പട, ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അപ്പോ ഒരേ സ്വരത്തിൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സംഗതിയുണ്ട്, മാ ജറബ്ന അലൈക കദിബൻ ഖത്തുൻ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ, താങ്കൾ ഞങ്ങളോട് ഒരു നുണയും ഒരു വ്യാജവും ഒരു കളവും ഇന്നേ വരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. നോക്കൂ, പ്രവാചകത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ മക്കയിലെ ജനങ്ങളുടെ വിശ്വാസം അദ്ദേഹം നേടിയിരുന്നു. നിങ്ങൾക്ക് ഹിജ്റയുടെ രാത്രി ഓർമ്മല്ലേ? ഹിജ്റയുടെ രാത്രി ഏതാണ്? ആ രാത്രി ഖുറൈശികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പ്ലാനിട്ട ആ രാത്രി മക്കയിലെ ഖുറൈശികളിലെ പ്രമുഖരായിട്ടുള്ള 10 ഗോത്രങ്ങൾ, ആ 10 ഗോത്രങ്ങളിൽ നിന്ന് 10 നേതാക്കന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞിരിക്കുകയാണ് സർവ്വ ആയുധവുമായിട്ട്. എന്തിന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ട്. ആ രാത്രിയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. എന്നാൽ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും ആരുടെ കൈകളിലായിരുന്നു? പ്രവാചകന്റെ കൈകളിലായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളുടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ വിലപ്പെട്ട വസ്തുക്കൾ പോലും അപ്പോഴും അവർ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഈ പ്രവാചകനെയാണ്. അവർ കൊല്ലാൻ തീരുമാനിച്ച ഈ പ്രവാചകനെയാണ് അവർ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. കൊല്ലാൻ ശ്രമിക്കുന്നവർ പോലും തങ്ങളുടെ സമ്പത്ത് ഏൽപ്പിക്കാൻ വിശ്വസിച്ച ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ വേറൊരു അനുഭവം ഉണ്ടാവൂല. അബൂ സുഫിയാനും അബൂജഹലും വലീദ് ബിൻ മുഗീറയും ഉമയ്യത്ത് ബിൻ ഖലഫും തുടങ്ങിയിട്ടുള്ള കൊമ്പന്മാർ, മക്കയിലെ നേതാക്കന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കാത്തിരിക്കുന്ന ആ ആളുകളാണ്. അവർക്കിടയിൽ പരസ്പരം വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രവാചകന്റെ അടുക്കൽ അവർ അവരുടെ വിലപ്പെട്ട വസ്തുക്കളെ ഏൽപ്പിച്ചത്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹുവിനെ കൊണ്ടുപോയിട്ടില്ല. അലി റളിയല്ലാഹുവിന് മുമ്പ് പോയിട്ടുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെ അവിടെ നിർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയാം? എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ വിശ്വസ്ത വസ്തുക്കൾ, അമാനത്തുകൾ അതിന്റെ ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അലി റളിയല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിർത്തിയത്. അലി റളിയല്ലാഹു അൻഹു ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത നിർദ്ദേശപ്രകാരം പേരുകൾ നോക്കിയിട്ട് ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റയ്ക്ക് ശേഷം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തും സത്യസന്ധതയും ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി ജീവിച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് ഇല്ലാത്തവൻ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കാത്തവൻ, അവന് എന്തില്ല? ഈമാന് പൂർണ്ണമല്ലട്ടോ. അവന് ഈമാനില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാം. അതേപോലെ തന്നെ വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹും. കരാർ പാലിക്കാത്തവന് മതവുമില്ല, ദീനുമില്ല. ഒരാൾ കരാർ ചെയ്തിട്ട് ആ കരാർ പാലിക്കാത്തവനാണെങ്കിൽ അവന് ദീനില്ല എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്ന് സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം തന്നെ അമാനത്തിന്റെയും സത്യസന്ധതയുടെയും നഷ്ടമാണ്, ഇല്ലായ്മയാണ്. വ്യാപാരത്തിൽ വഞ്ചന കാണിക്കുന്ന ആളുകളായി മാറുകയാണ്. ജോലിയിൽ അലംഭാവം കാണിക്കുന്ന ആളുകളായി മാറി. വാഗ്ദാന ലംഘനം നടന്നുകൊണ്ടിരിക്കുന്ന, പരീക്ഷകളിലെ കോപ്പിയടി, സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ, ഭരണരംഗത്തെ അഴിമതി, എല്ലാം അമാനത്തും സത്യസന്ധതയും നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുകയാണ്. ഇവയെല്ലാം അമാനത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയേറ്റ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ നോക്കി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? ഞാൻ ശരിയായാൽ എന്നെ നിങ്ങൾ സഹായിക്കണം. ഞാൻ ശരിയായി നടക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ സഹായിക്കണം. ഞാൻ തെറ്റിയാൽ എന്നെ നിങ്ങൾ തിരുത്തണം. അധികാരം ഒരു അലങ്കാരമല്ല, ഒരു അമാനത്തായിട്ട് അവർ കണ്ടു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഒരു കരയിൽ ഒരു കോവർ കൈത വീണാൽ പോലും അതിന്റെ ഉത്തരവാദിത്യം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് അമാനത്തിന്റെ ബോധം. മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി ജീവിച്ച പ്രവാചകന്റെ അനുചരന്മാർ കാത്തു സൂക്ഷിച്ച അമാനത്തും സത്യസന്ധതയും. മഹാനായ താബികളിൽ മഹാനായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം ഭരണകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭരണകൂടത്തിന്റെ വിളക്ക് ഉപയോഗിക്കും. ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് സ്വന്തം വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ വിളക്ക് ഊതിക്കെടുത്തിയിട്ട് സ്വന്തം എണ്ണ ഉപയോഗിച്ച വിളക്ക് കത്തിക്കുമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണത്? ജനങ്ങളുടെ സ്വത്ത് ഒരു അമാനത്താണെന്ന ബോധം.
ജനങ്ങളോട് കാണിക്കുന്ന സത്യസന്ധത, അതിന്റെ മഹത്വത്തിന്റെ മൂല്യം ഉൾക്കൊണ്ടതുകൊണ്ട് ഇന്ന് നോക്കൂ, വലിയ ഒരു പ്രതിസന്ധി ഡിജിറ്റൽ ലോകത്താണ്. ഡിജിറ്റൽ ലോകത്താണ് ഒരു സന്ദേശം വന്നാൽ പരിശോധിക്കാതെ ഫോർവേഡ് ചെയ്യാം. ഒരു സന്ദേശം വന്നാൽ അത് പരിശോധിക്കണില്ല, ഫോർവേഡ് ചെയ്യാം. ഒരു മനുഷ്യന്റെ മാന്യത നശിപ്പിക്കുന്ന വാർത്തകൾ പരസ്പരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ട ആളുകളെ, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ആളുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, നിങ്ങളിൽ ഒരാൾ വ്യാജ വാർത്തയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിക്കണം കേട്ടോ. നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ മൊബൈലുകളിലേക്ക് ഒരു വ്യാജ വാർത്ത വന്നാൽ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് അന്വേഷിക്കണം കേട്ടോ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. വാർത്തയും അമാനത്താണ്, വാർത്തയും അമാനത്താണ്, നമ്മുടെ നാവ് അമാനത്താണ്, നമ്മുടെ മൊബൈൽ അമാനത്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അമാനത്താണ്. വിശ്വസ്തതയും സത്യസന്ധതയും ഏത് മേഖലയിലും കാത്തു സൂക്ഷിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. വ്യാപാര രംഗത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അത്താജിറു അസ്സുദൂഖുൽ അമീൻ, വിശ്വസ്തനും സത്യസന്ധനുമായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ, മഅന്നബിയീന വസ്ദിഖീന വശുഹദാ, അവർ ആരുടെ കൂടെയാണ്? അമ്പിയാക്കന്മാരുടെ കൂടെയാണ്. അവർ ആരുടെ കൂടെയാണ്? സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്. അവർ ആരുടെ കൂടെയാണ്? ശുഹദാക്കളുടെ കൂടെയാണ്. സത്യസന്ധനും അമാനത്തും സിദുക്കും കാത്തു സൂക്ഷിക്കുന്ന ഒരു കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ സിദ്ദിഖിന്റെയും അമാനത്തിന്റെയും ഈ രണ്ട് മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ഉമ്മത്ത് അമാനത്തും സിദ്ദുക്കും കാത്തു സൂക്ഷിക്കണം. അമാനത്തും സിദ്ദുക്കും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വീടുകളിൽ അമാനത്തും സിദ്ദുക്കും ഉണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മൂല്യങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അമാനത്തും സിദ്ദുക്കും, വിശ്വസ്തതയും സത്യസന്ധതയും നഷ്ടപ്പെട്ട കുടുംബജീവിതമായി മാറുകയാണ്. മാതാപിതാക്കൾക്കിടയിൽ, മക്കൾക്കിടയിൽ പരസ്പരം അമാനത്തും സിദ്ദുക്കും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. കുടുംബാംഗങ്ങൾക്കിടയിൽ, അംഗങ്ങൾക്കിടയിൽ അമാനത്തും സിദ്ദുക്കും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അയൽവാസികൾക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ അമാനത്തും സിദ്ദുക്കും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അതിനെന്തേ മാർഗമുള്ളൂ? ഖുർആൻ പഠിക്കുക, ജീവിതത്തിന്റെ മാർഗമാക്കുകയും ചെയ്യുക. ഖുർആൻ പഠിച്ച് ജീവിതത്തിന്റെ മാതൃകയാക്കുക. നോക്കൂ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ മാനവ മൂല്യങ്ങളായ സത്യസന്ധതയും വിശ്വസ്തതയും നേർസാക്ഷിയായി പ്രവാചകന് ജീവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകനിൽ ഈ മാനവ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾക്ക് റോൾ മോഡലായിട്ട്, ഒരു മാതൃകയായിട്ട് ജീവിച്ച ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക കണ്ടിട്ടോ. ആ മാതൃക ഉൾക്കൊള്ളാനും പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ, ഒരു മുനാഫിക്കിന്റെ, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്. ഒരു കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിദാ ഹജസ കസബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും, സംസാരത്തിൽ കളവുകൾ ഉണ്ടാവും. രണ്ടാമത്തെ അടയാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അഖ്ലഫ, അവൻ ലംഘിക്കും. വാക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ലംഘിക്കും. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? അവൻ ചതിക്കും. ഈ 3 അടയാളങ്ങള് മുനാഫിക്കിന്റെ അടയാളങ്ങളാണ്. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഈ മുനാഫിക്കുകളാണ്.
അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉള്ളൂ. ആരാ മുനാഫിക്ക്? അവർ നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. അവർ മുമ്പിലെ സഫിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പ് നോറ്റിട്ടുണ്ട്. നല്ല കാര്യങ്ങളിലൊക്കെ അവർ ഉണ്ടായിരുന്നു. അവരുടെ വേഷവും രൂപവും ഒക്കെ തഖ്വയുടെ അടയാളങ്ങളായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയങ്ങളിലേക്ക് തഖ്വ എത്തിയിട്ടില്ല. അവരാ മുനാഫിക്കുകൾ, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ, മദീന പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്ത ആളുകൾ, അവരാ മുനാഫിക്കുകൾ. അവരിൽ ചില ആ മുനാഫിക്കുകളുടെ അവസ്ഥയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാള പറഞ്ഞത്. എന്ത്? സംസാരിച്ചാൽ കളവ് പറയാൻ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കാൻ, വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യസന്ധത ഈമാനിന്റെ വിശ്വാസത്തിന്റെ അടയാളമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും കള്ളം പറയാൻ കഴിയില്ല. മുനാഫിക്കിന് കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? കള്ളം പറയാന്, കളവ് പറയാൻ കഴിയില്ല. സംസാരിക്കുന്ന കാര്യത്തിൽ പുലർത്തുന്ന സത്യസന്ധതയാണ് ഒരാളുടെ വ്യക്തിത്വം. എന്ത് ചെയ്യണേ? വ്യക്തിത്വത്തിന്റെ അടിത്തറ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പേഴ്സണാലിറ്റിന്റെ അടിത്തറയാണ്. അമാനത്ത് എന്നാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരാൾ നമ്മെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച്, അത് ധനമാകട്ടെ, രഹസ്യങ്ങളാകട്ടെ, പദവികളാകട്ടെ, സ്ഥാനങ്ങളാകട്ടെ, അത് കൃത്യമായി പാലിക്കാനും അതിൽ വീഴ്ച വരുത്തുന്നത് അതിൽ കൃത്യമായി പാലിക്കണം. അതിൽ വീഴ്ച വരുത്തുന്നത് കപട വിശ്വാസിയാണ്. ഒരാൾ സമ്പത്ത് വിശ്വസിച്ചേൽപ്പിച്ചു, നമ്മുടെ സ്ഥാനത്തിരുത്തി, എന്നിട്ട് വിശ്വസിച്ച് നമ്മുടെ സ്ഥാനത്തിരുത്തി, എന്നിട്ട് ആ സ്ഥാനത്തോട് നമ്മൾ നീതി കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ലക്ഷണം എവിടേക്കാണ്? ഈ ആയത്തിൽ മുനാഫിക്കാണ്. മുനാഫിക്കിന്റെ അടയാളത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വാക്കുകളിൽ അതേപോലെ തന്നെ വിശ്വസ്തത ഉണ്ടാകണം. നൽകുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? പാലിക്കാൻ കഴിയണം. പലപ്പോഴും വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുക്കും, പാലിക്കാൻ പ്രയാസം. ഇൻഷാ അല്ലാഹ് അങ്ങനെ എല്ലായിടത്തും അടിച്ചിടും, പക്ഷെ എന്ത് ചെയ്യില്ല, അതിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് എന്ത് ചെയ്യണില്ല, കഴിയണില്ല. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും, അത് ബിസിനസ്സിലാകട്ടെ, തൊഴിലിലാകട്ടെ, സൗഹൃദങ്ങളിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, നമ്മൾ പുലർത്തുന്ന സത്യസന്ധതയാണ് നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരാണ് എന്ന് തീരുമാനിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് മുമ്പ് തന്നെ അറിയപ്പെട്ടത് അസ്വാദിഖ് അൽ അമീൻ എന്നാണ്. സ്വാദിഖും അമീനൊക്കെയാണ്. ഇത് ഈ നാമങ്ങളിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടാണ് ആ ജനങ്ങൾ എന്താണ് വിളിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളും അമാനത്തും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കാൻ, വാക്കുകളിൽ സത്യസന്ധത കാണിക്കുക, അതുപോലെ തന്നെ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളിൽ അമാനത്ത് എന്ത് ചെയ്യുക, വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല അമലുകളും സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണേ റബ്ബേ. അള്ളാഹുവെ, ശാരീരികമായിട്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ റബ്ബെ നീ നീക്കി തരണേ റബ്ബേ. അള്ളാഹുവെ, നീ ഷാഫിയാണ്, നീ ശമനം നൽകുന്നവനാണ്, നീ ആഫിയത്ത് നൽകുന്നവനാണ്. അള്ളാഹുവെ, നിന്റെ ശമനമല്ലാതെ, നിന്റെ ആഫിയത്തല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള ശമനവും ആഫിയത്തും നീ നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, അള്ളാഹുവെ, അവരുടെ ഖബറിട നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.